നോക്കിയല്ല. എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഡാൻസ് ഒക്കെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഒരു വീഡിയോ എടുത്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോഴല്ല, ആൻജിയോ ചെയ്തപ്പോൾ ഇങ്ങനെ കാണിച്ചു. അതായിരുന്നു ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു. ഇത് കണ്ട് പേടിക്കുന്നവരുണ്ടെന്ന്. എൻ്റെ ഒരു കസിനൊക്കെ ഇതേപോലെ തന്നെ അറ്റാക്ക് വന്ന് ഫാമിലി ബ്രാഞ്ചിൽ ഒത്തിരി പേർക്കുണ്ട് ഈ അറ്റാക്ക്. ഞാൻ അയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ പ്രത്യേകം കസേരയിലൊക്കെ ഇരിക്കുന്നു. ഒരു മാസമായി. ഞാൻ 6 ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി. 4ാമത്തെ ദിവസം എടുത്തൊരു വീഡിയോ കിടപ്പുണ്ട്. പിന്നെ പ്രിഡേറ്റർ ആയിട്ട് മാറി അർണോൾഡിനെ ഡ്യൂപ്പാക്കി ഞാൻ പ്രിഡേറ്ററെ മടലുകൊണ്ട് അടിക്കുന്ന സീനൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഞാൻ ചവിട്ടി മറിക്കുന്ന സാധനം വീഴും ഇത്രയും കാണിച്ചുള്ളൂ. അതൊക്കെ ചുമ്മാ എനിക്ക് തേച്ച് എനിക്ക് 3 ദിവസം ആക്ച്വലി കിടന്ന് ഭ്രാന്തായിട്ട് ഇറങ്ങിയിട്ട് ചെയ്യുന്ന പണിയാണ്. അതോടെ ഈ പരിപാടി തീർന്നു. അല്ല അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും. ഇത് ഭയങ്കര സിമ്പിളായി കാര്യം. ഇപ്പോൾ ആർട്ടിനകത്ത് ബ്ലോക്ക് ഉണ്ട്, അത് സ്റ്റെൻഡ് ഇടുവാണെങ്കിൽ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന ലാഘവത്തോട് കാണുക. ആർട്ടിനെ കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് മെയിൻ സാധനം കട്ട് ചെയ്യും. മറ്റേതിനകത്തും ഇത്രയും ചോര വരത്തില്ല. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ തെറിക്കും സാധനം ചോര കയറ്റുക. അത് കാണാൻ നല്ല രസമാണ്. അത് ഇതിനകത്ത് കയറ്റി ഇവിടെ വരെ നമുക്കറിയാം. അത് കഴിഞ്ഞാൽ അറിയത്തില്ല. അത് ഇത്ര മിനിറ്റിനുള്ളിൽ പരിപാടി തീർക്കുകയും വേണം ഡോക്ടർക്ക്. അത്രയും നേരത്തെ പരിപാടിക്ക് ഒരു ദിവസം ഒന്ന് കയ്യെ കെട്ടി വെക്കും. വേദന പോലും ഇല്ലല്ലോ. ചിലർ ഈ പേടിച്ചിട്ട് വേദനയൊക്കെ എടുക്കുന്നു. എന്നോട് പറയാം ഭയങ്കര പെയിനാണ്. ഞാൻ എനിക്ക് തോന്നിയായിരിക്കും. കാരണം വേദന ഉണ്ടെന്നുള്ളൊരു ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രൊസീജിയറാണ്. ഇത് അങ്ങനൊന്നും ഇല്ല. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യണം. ഇടയ്ക്ക് ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക, ട്രെഡ്മില്ലിൽ കൊടുക്കുക, ഈസിക്ക് എടുക്കുക, ചെക്ക് കൊടുക്കുക. എന്നാലും ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ട് തരും. ഒരു ആൻജിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് എത്ര ഉണ്ടെന്ന് അറിയാം. അത് 80% മണ്ടക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, അപ്പൊ തന്നെ സ്റ്റെൻഡ് ഇടുക, കൂളായിട്ട് കിടക്കുക. അത്ര ചെയ്താൽ ഇതൊന്നും ചെയ്യണ്ട. എനിക്കിത് അറിയത്തില്ല. ഞാൻ നേരത്തെ പോയി ചെയ്തേനെ. ഇത് വരെ അറ്റാക്ക് അടിക്കുന്നതിന് മുമ്പ് ചെയ്യാം. നമ്മൾ അറ്റാക്ക് അടിച്ച് ഹാർട്ടിന് വല്ല മസിൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാണല്ലോ, നമ്മൾ ഹാർട്ട് പേഷ്യനെ പോലെ 20%, 30%, 50% പമ്പിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരുന്നു. അതിന്റെ ആവശ്യമില്ല. എല്ലാവരും 30 ചെയ്യുമ്പോൾ തൊട്ട് കൊളസ്ട്രോൾ കഴിക്കണം, ഷുഗർ കഴിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് ഡയറ്റ് മാറ്റണം, മെഡിസിൻ സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് എടുക്കണം. നമ്മുടെ അത്രയും പൈസ ലാഭിക്കും, സമയം ലാഭിക്കും.